ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് കോപ്പറേറ്റീവ് ലോയുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. First question. Pension scheme of employees cooperative societies is constituted under section dash of the KCS Act. Question ഒന്നുകൂടെ. Pension scheme of employees cooperative societies is constituted under section dash of the KCS Act. Option A 80A, option B 80B, option C 80C, option D 80D. Answer ഓപ്ഷൻ എ 80A ആണ്. 80A പെൻഷൻ സ്കീം ഓഫ് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ റൂൾ 67(3) ഓഫ് ദ KCS ആക്ട്, മൊണറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫൈൽഡ് ബിഫോർ. മൊണറ്ററി ഡിസ്പ്യൂട്ട് ആരുടെ മുൻപിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? പണസംബന്ധമായിട്ടുള്ള തർക്കങ്ങളാണെങ്കിൽ ഓപ്ഷൻ എ ആർബിട്രേഷൻ കോർട്ട്, ഓപ്ഷൻ ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡയറക്ടർ ബോർഡ് മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് സബ്മിറ്റ് ഹിസ് റെസിഗ്നേഷൻ ടു. A director board member of a cooperative society should submit his resignation to. ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ സമർപ്പിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ സെക്രട്ടറി, ഓപ്ഷൻ ബി ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. റെസൊല്യൂഷൻ ടു കണ്ടക്ട് election to a cooperative society should take at least dash days prior to expiry of the existing committee. Question ഒന്നുകൂടെ. Resolution to conduct election to a cooperative society should take at least dash days prior to the expiry of the existing committee. ഈ ഒരു കമ്മിറ്റി എക്സ്പയറി ആകുകയാണ് എങ്കിൽ അതിന് എത്ര ദിവസം മുൻപ്, ആ കമ്മിറ്റി എക്സ്പയറി ആകുന്നതിന് എത്ര ദിവസം മുമ്പ് പുതിയ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻ അവതരിപ്പിച്ചിരിക്കണം? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 90. ആൻസർ ഓപ്ഷൻ സി 60 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് റെക്കോർഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ മെമ്പർ ടു വോട്ട് ഇൻ ആൻ എലക്ഷൻ ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. Important record to be produced by a member to vote in an election to the board of directors of a cooperative society. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു മെമ്പർ ഏത് ഐഡൻറ്റിറ്റിയാണ് രേഖപ്പെടുത്തേണ്ടത്? ഓപ്ഷൻ എ ആധാർ കാർഡ്, ഓപ്ഷൻ ബി പാൻ കാർഡ്, ഓപ്ഷൻ സി ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദ കൺസേൺഡ് ഇൻ ഫോം നമ്പർ 6A, ഓപ്ഷൻ ഡി റേഷൻ കാർഡ്. എല്ലാവർക്കും ആൻസർ മനസ്സിൽ വന്നു കഴിഞ്ഞു എന്നെനിക്കറിയാം. ഓപ്ഷൻ സി ആണ്, ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദ കൺസേൺഡ് ഇൻ ഫോം നമ്പർ 6A. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയുടെ ഭാഗം അല്ലാത്തതേതാണ്? ഓപ്ഷൻ എ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഓപ്ഷൻ ബി ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ സി ജനറൽ ബോഡി, ഓപ്ഷൻ ഡി എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ഈസ് ഡൈയിങ് ഇൻ ഹാർനസ്. ഏതായിരിക്കും ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ഡൈയിങ് ഇൻ ഹാർനസ്. അതായത് ഒരു ജോലിയിലിരിക്കുന്ന ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിക്ക് എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും എവിടെ പറയേണ്ട കാര്യമില്ല? ബൈലോയിൽ പറയേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. റൂൾ 51
റൂൾ 15(1) of KCS rule mentioned above. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, റൂൾ 15 of KCS rule mentioned above. റൂൾ 15 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഓപ്ഷൻ എ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ബി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി എംപ്ലോയീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി SC/ST സൊസൈറ്റീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് അണ്ടർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഈസ് എ. 1969 ആക്ട് അനുസരിച്ച് നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടത്തുന്ന ഓഡിറ്റ് എത്തരത്തിലുള്ളതാണ്? ഓപ്ഷൻ എ പ്രൈവറ്റ് ഓഡിറ്റ്, ഓപ്ഷൻ ബി ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആസ് വെൽ ആസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡേറ്റ് ഇൻ വിച്ച് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കെയിം ഇൻ ടു ഫോഴ്സ്. 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 12/5/1969, ഓപ്ഷൻ ബി 13/5/1969, ഓപ്ഷൻ സി 15/5/1969, ഓപ്ഷൻ ഡി 17/5/1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വന്നത് 15/5/1969. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് കൺവീൻഡ് ആസ് പെർ സെക്ഷൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചാണ്? ഓപ്ഷൻ എ സെക്ഷൻ 29, ഓപ്ഷൻ ബി സെക്ഷൻ 30, ഓപ്ഷൻ സി സെക്ഷൻ 27, ഓപ്ഷൻ ഡി സെക്ഷൻ 31. ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 30 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 68 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഡീൽസ് വിത്ത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സെക്ഷൻ 68 പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഓപ്ഷൻ എ സർചാർജ്, ഓപ്ഷൻ ബി എൻക്വയറി, ഓപ്ഷൻ സി ഇൻസ്പെക്ഷൻ, ഓപ്ഷൻ ഡി ഓഡിറ്റ്. ഏതിനെ പറ്റിയിട്ടായിരിക്കും? ഓപ്ഷൻ എ സർചാർജ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ കേട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ സെക്ഷനുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഈ തവണ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ജൂലൈ 30 നടക്കുന്ന എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി അവർക്കൊരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.